ഒരു കാര്യം ചെയ്യും, സാജൻ എൻ്റെ ഒപ്പം തിരുവനന്തപുരം മുതൽ നമുക്ക് കാസർഗോഡ് വരെ ഓടാം, നമുക്ക് ഒരുമിച്ച് ഓടാം. അപ്പോൾ സാജന് ബോധ്യമാവില്ല അതുവരെ ഓടാൻ പറ്റുമോ എന്നുള്ളത്. സാജന് ഇടയ്ക്ക് പറ്റിയില്ലെങ്കിൽ കയറി വണ്ടിയിലിരിക്കാൻ വിരോധമില്ല, പക്ഷേ ആളത് ഷൂട്ട് ചെയ്തിട്ട് അത് എപ്പോഴും ലൈവ് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ ഓടുന്നത്. കേരളത്തിൽ ആകമാനം തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ബോച്ചെ ടീയുടെ വലിയ തരത്തിൽ തന്നെ ആളുകൾ അതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ബോച്ചെ, എങ്ങനെ പോകുന്നു ബോച്ചെ ടീ തകർക്കുന്നുണ്ട്, സൂപ്പർ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു. ബോച്ചെ ടീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെയിലി രാത്രി 10:30 നറുക്കെടുപ്പാണ്. അതിൽ ആയിരക്കണക്കിന് പേർക്ക് ക്യാഷ് പ്രൈസ് കിട്ടുന്നുണ്ട്. ബമ്പർ പ്രൈസ് 25 കോടി, ദിവസേന ലക്ഷക്കണക്കിന് രൂപ. ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഫ്ലാറ്റ്, ഐഫോൺസ്, 2 വീലർ, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ്. ഇതുവരെ 3 മാസത്തിനുള്ളിൽ 22 കോടി രൂപയോളം കൊടുത്തു കഴിഞ്ഞിരിക്കും സമ്മാനമായിട്ട്. ഒരു 9 ലക്ഷം പേർക്കാണ് ഇതുവരെ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ബോച്ചെ ടീ 40 രൂപയ്ക്ക് വാങ്ങുമ്പോൾ നല്ല ടേസ്റ്റുള്ള ടീയാണ്. ഒപ്പം ഈ കൂപ്പൺ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ബോച്ചെ ടീ 300 സെൻറ്ററുകളിൽ ലഭ്യമാണ്. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ബോച്ചെ ഗോൾഡ് ലോണിൻ്റെ ഒരു 200-300ഓളം ബ്രാഞ്ചുകളിൽ, പിന്നെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി, ഇങ്ങനെ ഒരുപാട് 300-400ഓളം സ്ഥലത്ത് ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ബോച്ചെ ടീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഉപയോഗിച്ചവരുടെ റിവ്യൂ നോക്കി, നല്ല സ്ട്രോങ് ടീ ആണ് എന്നാണ് പറയുന്നത്. എത്രയും നല്ല ഒരു തേയില എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നത്? ഇത് നല്ല തേയില എന്ന് പറയുമ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ ഇതുവരെയുള്ള ഇന്ത്യയിലെ പല തേയിലകളെടുത്ത് നമ്മൾ കഴിച്ച് പരിശോധിച്ച് അതിൻ്റെ മുകളിൽ നിൽക്കാൻ തക്ക രീതിയിൽ, കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ടാറ്റ ടീയിൽ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ആ ടാറ്റയുടെ ഹെഡാണ് ഇപ്പോൾ എൻ്റെ ബോച്ചെ ടീയുടെ CEO. എന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിവിടത്തെയും യൂറോപ്പിൽ നിന്നുള്ള എക്സ്പെർട്സൊക്കെ കൂടെ വളരെ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്പർ 1 ക്വാളിറ്റി ആൻഡ് ടേസ്റ്റി സൂപ്പർ സ്ട്രോങ് ടീ ആണ്. മാത്രമല്ല ഈ ചായക്കടക്കാരുടെ പാക്കറ്റുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, 500 ഗ്രാം, 1 കിലോ, 5 കിലോ ഒക്കെ. അതൊക്കെ ഒരു 10-15 ചായ അടിക്കാവുന്ന നല്ല ഊറ്റുള്ള സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. അവർക്കൊക്കെ അത്രയും ചായ അടിച്ചാലാണ് പൈസ നല്ല ലാഭം കിട്ടുള്ളൂ. മാത്രമല്ല അങ്ങനെ ഈ ടീ ചെറിയ ചായക്കട റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇത് കൊടുക്കുമ്പോൾ ഒരു കിലോൻ്റെ പാക്കറ്റ് വാങ്ങുമ്പോൾ 10 ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. 5 കിലോൻ്റെ ഇത് വാങ്ങുമ്പോൾ 50 ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. എല്ലാ ദിവസവും ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ വിലയ്ക്ക്, ഇപ്പം മാർക്കറ്റുകളിലും കുറഞ്ഞ വിലയ്ക്കാണ് ഈ റെസ്റ്റോറൻറ്റ് ചായക്കടകളിലൊക്കെ കൊടുക്കുന്നത്. എന്താണ് ബോച്ചെ ടീൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ഇപ്പം പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, ഡെയിലി നറുക്കെടുപ്പ്, ഇപ്പോൾ ഫ്ലാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു, ഡെയിലി ഐഫോൺ അടക്കമുള്ള കാര്യം വരുന്നു, 22 കോടി രൂപേൻ്റെ സമ്മാനങ്ങൾ നിലവിൽ കൊടുത്തു കഴിഞ്ഞു. എന്താണ് ഒരു നെക്സ്റ്റ് സ്റ്റേജിൻ്റെ ഒരു വിഷൻ എന്താണ്? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. ആൾക്കാരുടെ വിചാരം കുറച്ച് കാലത്തേക്കല്ല. ഇതിനെതിരെ ഒരു വയനാട്ടിലൊരു ലോട്ടറി ഓഫീസർ പരാതി കൊടുത്തു, ഇത് സമാന്തര ലോട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ കോടതിയുടെ ഓർഡർ, എനിക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നിട്ട് ഞാൻ മുൻകൂർ ജാമ്യത്തിനായിട്ട് കോടതി ചെന്നപ്പോൾ അവരിതെടുത്ത് നോക്കിയപ്പോൾ ഇത് ലോട്ടറീസ് ആക്ട് പ്രകാരം 2B സെക്ഷൻ പ്രകാരം ഇത് ലോട്ടറി അല്ല. ലോട്ടറി എന്ന് പറയുമ്പോൾ ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതിനെയാണ് ലോട്ടറി. ഞാൻ ചായപ്പൊടിയാണ് വിൽക്കുന്നത്, ടിക്കറ്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ പോലെ. അതെ, അതുകൊണ്ട് അത് ലോട്ടറിയിൽ പെടുന്നില്ല എന്നുള്ള ഡയറക്ഷൻ വെച്ചിട്ടാണ് അതിൻ്റെ ഓർഡറൊക്കെ ഞാൻ നാളെ കാണിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പല കുപ്രചരണങ്ങളുണ്ട്, നിയമവിരുദ്ധ. താങ്കൾക്കെതിരെ ചില 1-2 ഓൺലൈൻ മീഡിയകൾ വ്യാപകമായിട്ട് മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട പത്രാധിപർ തന്നെ വന്നിരുന്ന് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പലരും പറയുന്ന അതിന് മറുപടി കൊടുക്കണ്ട. ആളുടെ ഉദ്ദേശം നിങ്ങളെ കാണാത്ത ഒരാളാണ്, നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല. ആൾക്ക് 10-40 ലക്ഷം രൂപ ആൾക്ക് മാസം വരുമാനമുണ്ട്. ഞാൻ, യൂസഫ് അലി, പൃഥ്വിരാജ്, ഇതുപോലെയുള്ള എല്ലാ ബിസിനസ്സുകാരെ കുറിച്ചിട്ടും പറയുന്നത് ഫുൾ തട്ടിപ്പാണ്, കൊള്ളലാഭം എടുത്ത് ജീവിക്കുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, പിന്നെ ആരാ ബാക്കിയുള്ള പുള്ളിയുടെ ലിസ്റ്റ് എടുത്താൽ പിന്നെ കേരളത്തിൽ വേറെ ആരും ബിസിനസ്സുകാരില്ല, നല്ലവരായ ബിസിനസ്സുകാരില്ല. അപ്പോൾ ആരെയും എന്തോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചർ, അത് ആളുടെ ഒരു ഉപജീവനമായിട്ടാണ് മനസ്സിലാക്കുന്നത്. റീച്ച് കിട്ടുക എന്തെങ്കിലും പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അവിടെ തന്നെ പറഞ്ഞു, നാളെ 1000 ഏക്കർ ഞാൻ വയനാട്ടിൽ വാങ്ങി, അത് നുണയാണ്, ബോച്ചെ ഒന്നും വാങ്ങിയിട്ടില്ല, 130 ഏക്കറേ വാങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ രേഖകളുമായിട്ട് അങ്ങോട്ട് വരാം സ്റ്റുഡിയോയിലോട്ട് എന്ന് പറഞ്ഞാൽ എന്നെ ക്ഷണിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ പല കാര്യങ്ങളൊക്കെ ഒരു അടിസ്ഥാനമില്ലാതെ, ഇപ്പം ഞാൻ ഓടി 812 കിലോമീറ്റർ, അത് കേരളം സാക്ഷി നിർത്തി ഓടിയതാ.
എല്ലാവരും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ക്യാമറ വെച്ചിട്ട് ഞാൻ ഓരോ സ്ഥലത്തു നിന്ന് തുടങ്ങിയിട്ട് കാസർഗോഡ് മുതൽ ഓടിയ ക്യാമറ ഒരു വണ്ടി ഫുൾ ടൈം, കാരണം ഇത് റെക്കോർഡിന് പ്രൂഫ് അത് വേണം, പിന്നെ ചിപ്പ് വെച്ചിട്ടാണ് ഓടിയത്, സാറ്റലൈറ്റ് വഴി എൻ്റെ എല്ലാ പ്രൂഫും വെച്ചിട്ടാണ് ഓടിയത്. അപ്പോൾ ആൾ പറയാം അത് ഫുള്ളായിട്ട് ഓടിയിട്ടില്ല, തട്ടിപ്പാണ് വെട്ടിപ്പ്, ബോച്ച ഓടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആളോട് ക്ഷണിക്കാൻ പോവാണ്, ഒരു കാര്യം ചെയ്യും സാജൻ എൻ്റെ ഒപ്പം തിരുവനന്തപുരം മുതൽ നമുക്ക് കാസർഗോഡ് വരെ ഓടാം, നമുക്ക് ഒരുമിച്ച് ഓടാം. അപ്പോൾ സാജന് ബോധ്യമാവില്ല അതുവരെ ഓടാൻ പറ്റുമോ എന്നുള്ളത്. സാജന് ഇടയ്ക്ക് പറ്റിയില്ലെങ്കിൽ കയറി വണ്ടിയിലിരിക്കാൻ വിരോധമില്ല, പക്ഷേ ആളത് ഷൂട്ട് ചെയ്തിട്ട് അത് എപ്പോഴും ലൈവ് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ ഓടുന്നത്. അങ്ങനെ ഒരു സജഷൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ബ്ലഡ് കൊടുത്തില്ല, ബ്ലഡ് ബാങ്ക് തുടങ്ങിയില്ല, ബ്ലഡ് ഡോണേഴ്സ് ബാങ്ക് തുടങ്ങി. ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ സാധ്യമല്ല ഒരു വ്യക്തിക്ക്. ലക്ഷ്യം എന്താ? ബ്ലഡ് ബാങ്ക് തുടങ്ങിയാലും ബ്ലഡ് വേണം, ഡോണേഴ്സ് ബാങ്ക് തുടങ്ങിയാലും ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് രക്തം കിട്ടണം. രക്തം വലിയ കച്ചവടം നടക്കുന്നുണ്ട്, അതിനെതിരെയാണ് ഞാൻ ഓടിയത്. ഒരുപാട് പേർക്ക് ദിവസേന കൊടുക്കുന്നുണ്ട്. ഫ്രീ ആംബുലൻസ് സർവീസ് എല്ലാ ജില്ലകളിലും. ഇപ്പോൾ 1000 ഏക്കറിലേക്ക് ഇപ്പോൾ 1000 ബുള്ളറ്റുകളുടെ ഒരു പരിപാടി 23-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. എന്താണ് ഈ വിവരങ്ങൾ? 20-21 1000 ബൈക്കിൻ്റെ ഒരു റാലി ബോച്ചെ 1000 ഏക്കറിൽ നിന്ന് തുടങ്ങി കർണാടക വരെ പോകുന്നുണ്ട്. അന്ന് അവിടെ ബോച്ചെ 1000 ഏക്കറിൽ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, DJ ഉണ്ട്, ഇവർക്ക് ഈ വരുന്നവർക്കുള്ള അങ്ങനെ പല കലാപരിപാടികളന്ന് അരങ്ങേറുന്നുണ്ട്. എന്താണ് എതിർക്കുന്നവരോട് ഒറ്റ വാക്കി പറയാനുള്ളത്? എതിർക്കുന്നത് നല്ലതാണ്, നമുക്ക് പ്രതികരണശേഷി നഷ്ടപ്പെടാൻ പാടില്ല. എതിർക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിലവാരമുള്ള എതിർപ്പും അല്ലാത്തതുണ്ട്. ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കാശ് ചോദിച്ചിട്ട് കൊടുക്കാതെ, പരസ്യം ചോദിക്കുമ്പോൾ കൊടുക്കാതെ, ഇങ്ങനെ പലതരത്തിലും എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. ഒരു നിലവാരമില്ലാത്തത് നമ്മൾ മൈൻഡ് ചെയ്യില്ല. ചില കാര്യങ്ങളൊക്കെ പറയുന്നത് ചിലപ്പോൾ നല്ല കാര്യങ്ങളാവും, നമ്മുടെ ശ്രദ്ധയിൽ പെടുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിരിക്കാം. അതൊക്കെ നല്ലതാണ്. എതിർപ്പുകൾ നമ്മൾ വിലയിരുത്തി ചില മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തും എന്നുള്ളതാണ്. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ വിജയഗാഥ അത് തുടരുകയാണ്. ആരൊക്കെ തന്നെ എതിർത്ത് കഴിഞ്ഞാലും തൻ്റെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നേറും എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ നമ്മളോട് സംസാരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും അർജുൻ സി വനജ്.